നീ ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ ശിവ. നീ കാരണം എൻ്റെ ഉറക്കെല്ലാം പോയി. ഇതുവല്ല നീ അറിയുന്നുണ്ടാ? എങ്ങനെ അറിയാനാ? എങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരം വല്ലതും ഉണ്ടോ നിനക്ക്? അല്ലെങ്കിൽ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനല്ലേ അവകാശമില്ലാതെ ഇവിടെ നിൽക്കുന്ന ആള്. പാർവണ, ശിവ ഉറക്കത്തിൽ പതിയെ വിളിച്ചോ. അവനിപ്പം എൻ്റെ പേരല്ലേ വിളിച്ചേ? ഇനി എനിക്ക് തോന്നിയതാണോ? പാർവണ, ഇനി ഞാൻ പറഞ്ഞാലും നീ എന്നെ വിട്ട് എവിടേക്കും പോവണ്ട. നീ ഇല്ലാത്തപ്പോൾ എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരാഴ്ച ഞാൻ എങ്ങനെയാണ് തള്ളി നീക്കിയെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ശിവ ഉറക്കത്തിൽ പറയുന്ന കേട്ട് പാർവണ ശരിക്കും ഞെട്ടിയിരുന്നു. അപ്പോൾ നീ ശരിക്കും എന്നെ മിസ് ചെയ്തോ ശിവ? ശിവ, നിനക്കിപ്പോൾ എന്നെ ഇഷ്ടമാണോ? ിൽ നിന്ന് ശിവയുടെ ശ്രദ്ധ എപ്പോഴോ പാർവണയുടെ മുഖത്തേക്ക് മാറി. കട്ടിയുള്ള പുരികവും നീണ്ട മൂക്കും ചെറിയ മൂക്കുത്തിയും വിടർന്ന മിഴികളും എല്ലാം അവൻ ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. കാറ്റത്ത് മുഖത്തേക്ക് പാറി വീഴുന്ന മുടിയിഴകൾ പാർവണ ഇടയ്ക്കിടയ്ക്ക് പിന്നിലേക്ക് ഒതുക്കി വെക്കുന്നുണ്ട്. ശിവയുടെ നോട്ടം തന്നിൽ തന്നെയാണെന്ന് മനസ്സിലായതും പാർവണ തല ഉയർത്തി അവനെ നോക്കി. എന്താ ശിവ?